ഖബറ് കണ്ടാ കരയുമെന്ന എന്ന എന്റെ പൊന്നാര ചങ്ങാതിമാരെ, ഇന്നുവരെ ആരെങ്കിലും ഖബറ് കണ്ടിട്ട് നിങ്ങൾ കരയുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഖബറ് കുടിക്കണ ചങ്ങാതി കണ്ടിട്ടുണ്ടോ? ഇവിടത്തെ ഖബറ് കുടിക്കുന്ന ആളെ കളിയാക്കല്ല ഞാൻ. ഖബറ് കുടിക്കുന്നവർക്ക് വലിയ പ്രതിഫലമുണ്ട്. എന്നാൽ ആ ഖബറ് കുടിക്കുന്നവരെ നിങ്ങൾ നോക്കിക്കേ, ഈ മുട്ടിന്റെ മുകളിലേക്ക് മുണ്ടങ്ങോട്ട് പൊക്കി കൊടുത്തു. അവന്റെ ഔറത്ത് പോലും നേരെ മറയ്ക്കാറില്ല. മുണ്ടും മടക്കി കൊത്തി വീടിയും വലിച്ചിട്ട് അവൻ നിന്ന് ഖബറ് കുടിക്കണേ. അവൻ പോലും കരയാറില്ലടോ, അവൻ പോലും കരയാറില്ല. ഞാൻ കളിയാക്കിയതല്ല. ആ ഖബറ് കുടിക്കുന്നവൻ കരയോ? ആ ഖബറിനകത്ത് ഇറങ്ങുന്നവൻ കരയോ? ഒരു മനുഷ്യന്റെ ജനാസ കൊണ്ടുവച്ചിട്ട് കഫം തുണി അടിച്ചിട്ട് കബളിന്റെ താഴെ മണ്ണ് വെക്കുന്നവൻ ഇന്ന് വരെ കരഞ്ഞിട്ടുണ്ടോ? പലക നിരത്തുന്നവൻ കരഞ്ഞിട്ടുണ്ടോ? മണ്ണ് വെട്ടിയിടുന്നവൻ കരഞ്ഞിട്ടുണ്ടോ? ദുആ ചെയ്യുന്നവൻ കരഞ്ഞിട്ടുണ്ടോ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആരാ കരയ? നിങ്ങളൊക്കെ ഈ ഖബറ് കുഴിക്കുന്നവനും ഖബറടക്കുന്നവനും കരയുന്നില്ലല്ലോ. അവൻ തമാശ പറയുന്നു, കളിക്കുന്നു. നിനക്കറിയോ, ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകില വലാ ശരിബ ശുർബ ഇല്ലാ വഹുവ യബ്ഖി വയദ്രിബു അലാ സദരി. നബിതങ്ങൾ പറയാ, നീ എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ, ആ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങാനും നീയൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ, ചിരിക്കുന്നത് പോയിട്ട് കളിക്കുന്നത് പോയിട്ട് നിന്റെ വീട്ടിലിരുന്ന് തിന്നാൻ ഭക്ഷണം എടുത്തു വെച്ചാൽ വയദ്രിബു അലാ സദരി, നീ നെഞ്ചത്തടിച്ച് വിളിച്ചു പോവുമായിരുന്നു എന്ന് മഹാനായി നബി.